ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ മോർണിംഗ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത് സാറ്റർഡേയിലെ വിശേഷങ്ങളാട്ടോ. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ശക്തമായ തണുപ്പിനൊക്കെ ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വളരെ തണുപ്പ് കൂടുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ വെയിലുണ്ടെങ്കിലും നല്ല കാറ്റാട്ടോ. രാവിലെ 7 മണിക്കത്തെ സീനാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാറ്റും ഉണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ മഴ പെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്കിവിടെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ന്യൂസും അടുത്ത ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴാണ് പെയ്യണമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ നല്ല വെയിലുണ്ട്, അതോടൊപ്പം തന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പണിതുകൊണ്ടിരുന്ന സമയത്ത് ഞാനിതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു. ഇപ്പോൾ ഇത് പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ നിന്നിരുന്ന എല്ലാ സാധനങ്ങളും കളഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും ഏരിയ നല്ല വൃത്തിയായിട്ടുണ്ട്. ശക്തമായ കാറ്റാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുറേ കരിയിലൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്. പിന്നെ എന്താ പറയണേ, അതുപോലെ തന്നെ ഇനിയിപ്പം സാറ്റർഡേയിൽ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത്. കുറച്ച് ലേറ്റായിപ്പോയി, കാരണം ഇന്നലെ ഞാനൊരു യാത്രയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതേ ഇത് കണ്ടോ, റോസസിലൊക്കെ നല്ല ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം സമ്മർ സീസൺ ആകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു പോർഷനും ഇതേ രീതിയിൽ നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ ആ ഒരു പൊടിയുടെ ശല്യമൊക്കെ നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറേയും കൂടെ ഇതിങ്ങനെ വിരിക്കാനായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് പണിയൊക്കെ നിർത്തി വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ഇനിയും ഇവിടെയൊക്കെ കുറേ ക്ലീനിങ് പരിപാടിയും എല്ലാം ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഈ പണിയുടെ ബാക്കി കാര്യങ്ങളാട്ടോ ഞാനിത് കുറേ കാണിച്ചത്. അതിനുശേഷം ഞാൻ രാവിലെ കിച്ചണിലോട്ട് വന്നു. അപ്പോൾ ഞാനിത് കണ്ടോ, പാലക്ക് വെച്ചിട്ട് ഇന്ന് ഒരു അടിപൊളി പൂരിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പാലക്കൊന്ന് ബ്ലാഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നല്ല തിളച്ച വെള്ളത്തിനകത്തോട്ട് ഒരു 2 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് അത് മിക്സിയുടെ ജാറിനകത്തോട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഈ ഒരു അരച്ച പേസ്റ്റ് ഇതേ രീതിയിൽ ആട്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ആട്ട ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്നിപ്പോൾ പൂരി ആട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു പാലക്കൻ്റെ കയ്യിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നല്ല ഗ്രീൻ കളറിൽ നമുക്ക് പൂരി കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും അരച്ചെടുത്തത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂരിയൊന്നും ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരേ രീതിയിൽ എന്നും രാവിലെ ചപ്പാത്തി തന്നെ കഴിക്കുന്നതൊന്നും ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഒരു എന്താ പറയണേ, ആ ഒരു ക്ലൈമറ്റിൻ്റെ ഇത് വന്നുകൊണ്ടാണ് നമ്മളങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ഞാൻ രാവിലെ പൊറോട്ട അല്ലെങ്കിൽ ആലു പൊറോട്ട അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായി പൂരി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്തായാലും പൂരി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ഇപ്പോൾ ആ വെള്ളത്തിൻ്റെ ശക്തമായ തണുപ്പൊക്കെ മാറിയത് കൊണ്ട് തന്നെ പാത്രം കഴുകാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ഓർഡറുകളും ഉണ്ടായിരുന്നു. രാവിലെ സാൻഡ്വിച്ച്, അതുപോലെ തന്നെ മൊമോസ്, അങ്ങനെയുള്ള കുറച്ച് സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ ഓർഡറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു കിഴങ്ങൊക്കെ ഒന്ന് ബോയിൽ ചെയ്യാനിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ബോയിൽ ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം മോന് ടിഫിൻ കൊടുത്തു വിടണം. അവൻ പൂരി മിക്കവാറും കഴിക്കാൻ ചാൻസ് കുറവാട്ടോ. പക്ഷേ എങ്കിലും ഞാനത് ടിഫിന് പാക്ക് ചെയ്ത് കൊടുത്തു വിടും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു കോളിഫ്ലവറിൻ്റെ ഫ്രൈ ആട്ടോ ഉണ്ടാക്കുന്ന. ചെറിയ രീതിയിൽ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം, ഇപ്പോൾ ഇത് ഫ്രഷ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഇതിനകത്ത് പുഴുവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ സീസൺ തീരാറാകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഫുള്ള് പുഴുക്കളായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വാങ്ങിക്കാറില്ല. പിന്നെ ഇനി ഇൻ കേസ് വാങ്ങിച്ചാൽ തന്നെ ആദ്യം തിളച്ച വെള്ളത്തിനകത്തോട്ട് ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ അത് കഴുകി വാരിക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ഫ്രൈ ഉണ്ടാക്കുന്നത്. ഇത് കോളിഫ്ലവർ അരിഞ്ഞു, അതുപോലെ തന്നെ ഒരു ചെറിയ സവോളയും 2-3 പച്ചമുളകും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചപ്പാത്തിയുടെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാട്ടോ ഈ ഒരു കറി. പിന്നെ ഇതൊക്കെ നമുക്ക് ഈ ഒരു വിൻ്റർ സീസണിൽ മാത്രമേ കിട്ടുള്ളൂ. വിൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കോളിഫ്ലവറൊക്കെ ഇനിയിപ്പോൾ നമ്മൾ കഴിക്കണമെങ്കിൽ അടുത്ത വർഷം ആകണം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സീസൺ കഴിഞ്ഞാലും സീസണലായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് കിട്ടുമല്ലോ. കാരണം ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്ന വെജിറ്റബിൾസ് ആ ഒരു കൃഷിയുടെ സമയത്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ പുറത്തുനിന്നൊന്നും വെജിറ്റബിൾസ് ഇങ്ങോട്ടേക്ക് വരാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ നാട്ടിലെ എല്ലാം പുറത്തുനിന്ന് വരുന്ന വെജിറ്റബിൾസ് ആണല്ലോ അധികം, ഒന്നുമില്ല തമിഴ്നാട് അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സീസണിലായിട്ടിരിക്കുന്ന വെജിറ്റബിൾസും ഏത് സമയത്തും നമുക്ക് കിട്ടും കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സീസണലായിട്ടുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഈ ഒരു വിൻ്റർ സമയത്ത് പല തരത്തിലുള്ള റെസിപ്പീസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമയത്തല്ലേ നമുക്കിതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന വെജിറ്റബിൾസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നതും, അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യും. പിന്നെ ഇതേ ചായ കുടിക്കാനുള്ള സമയമായപ്പോഴത്തേക്കും ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിൽ പുതിയതായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഇതിനകത്താട്ടോ ഇപ്പോൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ പൂരിയൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം കേട്ടോ ചായയൊക്കെ കുടിക്കാനായിട്ട് പോയത്. അപ്പോഴത്തേക്കും പൂരിയുടെ മാവ് കുഴച്ച് വെച്ചതിന് ശേഷം അപ്പോൾ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും വോയിസ് ഓവർ കൊടുക്കാൻ വന്നാലും അപ്പോഴൊക്കെ ഈ വലിയ ഓണടിയുടെ സൗണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ എന്തായാലും അത് മാറ്റാൻ പറ്റില്ല, ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് തന്നെയാണ്. എല്ലാവരും ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെറിയ ചെറിയ പൂരി ഉണ്ടാക്കാനായിട്ടാണ് ചെറിയ രീതിയിലുള്ള ബോൾസ് എടുത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയായിട്ടോ ഈ ഗ്രീൻ കളറിലുള്ള പൂരി കാണുമ്പോൾ. പിന്നെ എന്താ പറയണേ, ഹെൽത്തിയാണ്. നമ്മൾ പാലക്ക് വെച്ചിട്ട് പലതരത്തിലുള്ള റെസിപ്പീസ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാലക് പനീർ, അതുപോലെ തന്നെ പാലക് മട്ടർ, അങ്ങനെ പിന്നെ എന്താ പറയണേ, ഒരുപാട് പാലക് ദാല്, വ്യത്യസ്തങ്ങളായ ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പൂരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പൂരി പരത്തിയിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ മുകൾവശം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ പൂരി തിളച്ച എണ്ണയിൽ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രം നല്ല രീതിയിലുള്ള പൂരി നമുക്കിതുപോലെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും നേരമായിട്ടും പൂരി ഇതുപോലെ തന്നെ പൊങ്ങി തന്നെ ഇരിപ്പുണ്ട്. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള പാലക് പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മോൻ എന്തായാലും ടിഫിൻ ഇത് പാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് ഇത് പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മോൻ വന്നിട്ട് പറഞ്ഞു, മമ്മി പാക്ക് ചെയ്തോ, പക്ഷേ ഇത് ഞാൻ കഴിക്കില്ല. എനിക്കറിയാം ഇതെന്തായാലും പൂരി കൊണ്ടുപോകുന്ന ദിവസം അവൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും കഴിക്കുന്നത്, പിന്നെ ഫ്രണ്ട്സിൻ്റെ ടിഫിനായിരിക്കും ഇവൻ കഴിക്കുന്നത്. ഭയങ്കര മടിയാട്ടോ പൂരി കഴിക്കാനായിട്ട്. അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പറഞ്ഞു ഒരെണ്ണമെങ്കിലും കഴിച്ചു നോക്കാൻ പറഞ്ഞു, കഴിച്ചില്ല കേട്ടോ. അപ്പം മോൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പപ്പ ഇപ്പുറത്ത് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ബ്രെഡ് ബട്ടറിട്ട് ചൂടാക്കിക്കോ, ഞാനിപ്പറേ ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. എന്തായാലും മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് സാധാരണ എല്ലാ പപ്പമാരും തന്നെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരും, കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ടിഫിൻ ഉണ്ടാക്കുന്ന എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അവർ കൊണ്ടുപോകേണ്ടത്. പക്ഷേങ്കിൽ അവൻ തീർത്തും പറഞ്ഞു പൂരി കഴിക്കില്ല എന്ന് എനിക്കറിയാം, പിന്നെ വല്ലപ്പോഴും ഒക്കെ കഴിക്കണം. കാരണം ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും നമ്മൾ ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മെയിനായിട്ട് ഉണ്ടാക്കുന്ന പൂരി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ താമസിക്കുമ്പോൾ ഇവിടത്തേതായ രീതിയിൽ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. പക്ഷേങ്കിൽ ഉടനെ തന്നെ അവൻ്റെ പപ്പ പറഞ്ഞു, ഇല്ല മോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ എന്തെങ്കിലും കഴിക്കാതെ എങ്ങനെ രാവിലെ പോകണേ എന്ന് പറഞ്ഞു. അവൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ അപ്പം തന്നെ ചോദിച്ചാൽ വേഗം അവന് ഓംലേറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡും ചൂടാക്കിയെടുത്തു. ശരിക്കും പറഞ്ഞാൽ എല്ലാ പപ്പമാരും ഇങ്ങനെ തന്നെയല്ലേ, മമ്മിമാർ മക്കളെ മാക്സിമം നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കും. പക്ഷേ പപ്പമാർ എന്താ പറയുക, അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാൻ പറയും. മാക്സിമം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എന്തായാലും ചില സംഭവങ്ങൾ മക്കൾ ഇതുപോലെ കേട്ടോ വാശി പിടിക്കുമ്പോൾ അവരുടെ ആ വാശി സാധിച്ചു കൊടുക്കുന്ന പപ്പയാണ് എല്ലായിടത്തും തന്നെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനത് അവന് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ കക്ഷി എഴുന്നേറ്റ് പോയിട്ടോ, മമ്മി വീഡിയോ എടുക്കില്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ പൂരിയും ഈ ഒരു കോളിഫ്ലവറിൻ്റെ ഫ്രൈയുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.